പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ജെസിക്ക, ഇതെൻ്റെ സിസ്റ്റർ മരിയം. അപ്പം ഞങ്ങൾ ഇന്ന് നിങ്ങൾ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്ന ഒരു ബ്ലൈൻഡ് ബാഗാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള പിക്ചർ വരച്ചോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വരച്ചോ വേണമെങ്കിൽ ഞങ്ങൾ കോപ്പി ചെയ്യാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് പക്ഷേ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ അനുസരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് A4 സൈസ് പേപ്പേഴ്സ് വേണം. അപ്പം പിന്നെ സിസേഴ്സും ടേപ്പും വേണം, സിസേഴ്സും വേണം, പിന്നെ ഒരു മാർക്കേഴ്സും പിന്നെ കുറച്ച് പെൻസും ഒക്കെ വേണം, പിന്നെ സിസേഴ്സും വേണം, പിന്നെ ഒരു പെന്നും വേണം, പിന്നെ ഒരു ഫാഷനിൽ ഞാൻ ഓർഡർ ചെയ്ത് വെച്ചാണ്. അപ്പം നമുക്കിനി ആറിലേക്ക് പോകാം. ആദ്യം നമ്മൾ ഇങ്ങനെ മടക്കാം. ഇങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെ കറക്റ്റായിട്ട് പോയിന്റിൻ്റെ അവിടെയൊക്കെ എത്തണം, എന്നാലാണ് നമ്മൾക്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റും. വേറൊരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിലും പോലെ ചെയ്യാം. ഇതുപോലെ മടക്കിയിട്ട് ഈ സെൻറ്ററിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ ചെയ്താൽ അത് ഒരു കിറ്റാണ്. അപ്പം നമ്മൾ ഇതുപോലെ ചെയ്തു. പിന്നെ നമുക്ക് ടേപ്പ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കണം. ഞങ്ങൾ നിക്നെയിമായിട്ട് അക്കുമിക്കൂന്നാണ് വിളിക്കണേ. അപ്പം ഞങ്ങൾ എപ്പോഴും വിളിക്കാറ് ഇത് അക്കു, ഇത് മിക്കു, അങ്ങനെയാണ്. നമ്മൾ ടേപ്പ് ഇങ്ങനെ ഒട്ടിക്കാം. ഞാൻ കാണിച്ചു തരാം ഒട്ടിച്ചിട്ട്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താലും കമൻറ്റ് ചെയ്താലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഏതായാലും ചെയ്യാൻ മതി, ലൈക്ക് ഓർ കമൻറ്റ്. ഈ ടേപ്പ് ഊട്ടിപ്പോവാണ്ടിരിക്കാൻ നമ്മളിങ്ങനെ മടക്കിയാൽ അത് ഊട്ടിപ്പോവില്ല. അപ്പം ഞങ്ങൾ ഇങ്ങനെ കീറി കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യും. അപ്പം ഇതാണ് നമ്മുടെ ബാക്ക് ബോർഡ്. അപ്പം ഈ ഒക്കെ വരുന്ന ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. സിസേഴ്സിനുള്ള അപ്പം നമ്മൾ താഴെ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ മടക്കി വെക്കാൻ മറന്നായി. അത് കഴിഞ്ഞ് നമ്മള് ഇവിടെയും കൂടെ ടേപ്പും വെച്ച് ഒട്ടിക്കണം. എന്നിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പിക്ചർ ഇവിടെ വരച്ചാൽ മതി. എന്നിട്ട് ബാക്കിൽ നമ്മൾ കുറേ റൗണ്ട്സ് വരച്ചു, അതിൽ കളർ ചെയ്യും. ഇത്തിരി റൗണ്ട്സ് ഇങ്ങനെ ലൈനായിട്ട് വരച്ചാൽ മതി. ഇത്തിരി വലിയതാക്കിക്കോ. എന്നിട്ട് അതിനകത്ത് ഇഷ്ടമുള്ള കളേഴ്സ് ചെയ്തോ. എന്നിട്ട് ക്യൂട്ട്, സ്വീറ്റ് അങ്ങനെയൊക്കെ എഴുതി വെക്കാം അവിടെയൊക്കെ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പറയണം. മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഞാൻ ചെയ്തുതരാം. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് വീട്ടിൻ്റെ അപ്പം നമ്മൾക്ക് സ്കൂൾ സപ്ലൈസ് ഒക്കെ എനിക്ക് ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ രണ്ടുപേരുടെ സ്കൂളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പം നമ്മുടെ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വരണം. അല്ലെങ്കിൽ നമുക്ക് പറ്റില്ലെങ്കിൽ വലിയ അച്ഛൻ്റെയോ അമ്മേൻ്റെ അടുത്തൊക്കെ പറയാം. ഇപ്പം ഈ ടേപ്പ് ഒന്നും ഇല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗം യൂസ് ചെയ്യാം. ഗം അത്രയും നല്ലതല്ല, അതിങ്ങനെ സ്പ്രെഡ് ആവും. ഓയിലി പോലെയല്ലേ, അത് കാരണം സ്പ്രെഡ് ആവും. ഇത്രയും കൂടെ മറിച്ചോ മതി. ഞാൻ ചെയ്യില്ല.
എനിക്ക് ചെയ്ത് തരുമോ? പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ടേപ്പ് ഇങ്ങനെ ഒട്ടി പിടിച്ചു പോവുക ആണെങ്കിൽ ഇങ്ങനെ മുറുക്ക വലിക്കാൻ പാടില്ല, അത് കീറിപ്പോവും. അങ്ങനെയുണ്ട് കാര്യം. നമ്മൾ നമ്മുടെ കിറ്റ് റെഡി ആയിട്ടുണ്ട്. എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനാണ് എല്ലാത്തിനും ഫസ്റ്റ് ഇതൊക്കെ ചെയ്യുന്നത്. അതുപോലെ ആയിരിക്കും നമുക്ക് വരുന്നത്. നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ഒരു പെണ്ണ് വേണം. പതിയെ പോസ് ചെയ്ത് ചെയ്താൽ മതി കേട്ടാ, കുഴപ്പമൊന്നുമില്ല. ഇവിടെയും ചെയ്യണോ? ഇവിടെ മൂടണോ? ഇവിടെ റെഡിയായി. ഇനി ഒരു പെണ്ണ് വേണം എന്താ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വരയ്ക്കും. ഇഷ്ടമുള്ളത് ഞങ്ങളിന്ന് ചെയ്യാൻ പോകുന്ന മൈ മെലഡി ആണ്. മൈ മെലഡി ഞാൻ നേരത്തെ ചെയ്തത് കുറോമീൻ്റെ ആണ്. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് മൈ മെലഡീൻ്റെ ആണ്. ഞാനൊരു രസമുള്ള ഒരു ഫ്ലവർ വരയ്ക്കാൻ പോണേ. ഫ്ലവർ ബ്ലൈൻഡ് ബാഗാണ്, ഞാൻ മൈ മെലഡി ബ്ലൈൻഡ് ബാഗാണ്. അപ്പം മൈ മെലഡി വരയ്ക്കാൻ അറിയാത്തവർ എന്താ ഞാനൊരു പിൻട്രസ്റ്റ് അല്ല, പിൻട്രസ്റ്റ് നോക്കാം ചിലവർക്കും, എന്താ അല്ലാണ്ട് നോക്കാം. എൻ്റെ കയ്യിൽ ഞാനില്ലേ ഡ്രോ ചെയ്യാനൊക്കെ ഗേൾസിനൊക്കെ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ നോക്കുന്നൊരു ചാനലാണ് ഡ്രോ സോ ക്യൂട്ട്. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഡ്രോ ചെയ്യാനും പറ്റും, നല്ല രസമാണ്. ഇപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ ആണെങ്കിൽ അവർക്ക് നോക്കാനും ഈസിയാണ്. ചിലവർക്ക് ഈസി അല്ലായിരിക്കും, പക്ഷെ കുഴപ്പമില്ല. നിങ്ങൾക്ക് പിൻട്രസ്റ്റ് ഉണ്ട്, ഗൂഗിളൊക്കെ ഉണ്ട്. അപ്പം പിൻട്രസ്റ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ ലൈറ്റ് ഫോണിലത്തെ ലൈറ്റ് നല്ലതായിട്ട് കൂട്ടിയിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഫോൺ ബാക്കി വെച്ചിട്ട് നമുക്ക് പെന്നും വെച്ച് ഇങ്ങനെ വരയ്ക്കാം. നല്ല ക്ലീൻ ആയിട്ട് ഇട്ടിക്കോളും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ രാത്രി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. അപ്പം നമുക്ക് ഇനി മൈ മെലഡി ഡ്രോ ചെയ്യാൻ പോവാം. പിന്നെ എനിക്ക് സ്കൂൾ സപ്ലൈസിൻ്റെ വീഡിയോ ഞാൻ ഇനി ഒരു ദിവസം ഇടാം. എന്നിട്ട് ഞാൻ എന്താ ഒന്ന് കുറച്ച് ഒരു കിറ്റിലൊക്കെ ആക്കി ഇടാം. ഞാനിപ്പോൾ കുറച്ച് എന്താ പാറ്റേൺ പേപ്പേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും വെച്ച് കുഞ്ഞു കുഞ്ഞു ജേർണൽസ് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് പുതിയ ബുക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഞാനൊരു ജേർണൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം. ഇനി എന്താ അപ്പം നമുക്കിനി കുറച്ച് സപ്ലൈസ് ഉണ്ടാക്കണം, സ്കൂൾ സപ്ലൈസ് ഒക്കെ ഉണ്ടാക്കണം. അപ്പം നമുക്ക് എല്ലാം ചെയ്യണം. ഞാൻ ചെയ്യണത് കുഞ്ഞി കിച്ചന് വേണ്ടി ഈസി ആയിട്ടൊരു ഫ്ലവറാണ് ഞാൻ ഇപ്പോൾ വരച്ചിരിക്കുന്നത്. അതിൻ്റെ മേലെ എനിക്ക് ബ്ലൈൻഡ് ബാഗിൻ്റെ സ്പെല്ലിംഗ് ഒന്നും അറിയില്ല. അപ്പോൾ ചേച്ചി തേനക്കൂട്ടത്തെ ഞാൻ സ്കുഷി എടുത്ത് വെച്ചോട്ടെ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്കുഷി എടുത്താക്കാം. മൈ മെലഡീന് ഈസി ആയിട്ടാണ് ഡ്രോ ചെയ്യുന്നത്. അപ്പം ഞാൻ എന്താ ആ ഒരു ചാനലാണ് നോക്കി ചെയ്യുന്നത് ഡ്രോ ചെയ്യാൻ.
എനിക്കത് സോ ക്യൂട്ട് എന്ന് പറഞ്ഞു. പിന്നെ എനിക്കത് ഭയങ്കര ഈസിയാണ്, എളുപ്പമാണ്. ഇങ്ങനെ കൈയുള്ളിലിടാൻ വേണ്ടി ഇവിടെ ഇവിടെ ഒന്നും തമ്മോ സെലോട്ടേപ്പ് ഒട്ടിക്കല്ലേ, ആകെ 2 സൈഡിലും ഇവിടെ ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ മടക്കിയോണ്ട് ഇവിടെ ഫിക്സ് അടിക്കണ്ട. നമ്മ അനക്കേട് വെച്ചു ചുരുങ്ങിപ്പോയാ ഇങ്ങനെ ആ സിസേഴ്സ് വെച്ച് ഇങ്ങനെ ചെയ്യണം. ഇതുണ്ടോ, ഇതെനിക്ക് എത്ര ഡ്രോ ചെയ്യുന്നതറിയില്ല. ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് നോക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ ഒരു സൈഡിൽ ഒരു പൂ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ മൈനലറി റെഡിയായി. ഇനി നമുക്ക് എഴുതാനേ ഉള്ളൂ. അപ്പം ഇതിന് കുറച്ച് പാടാണ്. ഫ്ലവർ ബ്ലൈൻഡ് ബാഗ് ഇവൾക്ക് ഞാൻ അറിയില്ല. ഇവൾ LKG സോറി UKG. അപ്പം ഞാൻ 2-3 ദിവസമായിട്ടുള്ളൂ പോയിട്ട്. അതാണ് പഠിച്ചിട്ടുണ്ട്. അപ്പം നാളെ ഇവൾക്ക് ഹോളിഡേ. അപ്പം ഇവള് മാത്രമേ ഉള്ളൂ. എനിക്ക് എന്താ സ്കൂളുണ്ട്. എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണ്, പക്ഷെ എന്താ ഒരു ടയേർഡ് ഫീൽ. അപ്പം എനിക്ക് ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷെ ഒരു മടി. നമുക്ക് ചെയ്യാം. എനിക്ക് എഴുതി തരുമോ? അപ്പം നമുക്ക് സ്കൂൾ സപ്ലൈസ് എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. പിന്നെ എന്താ അതിൻ്റെ ബ്ലൈൻഡ് ബാഗും ഉണ്ടാക്കണമെന്നുണ്ട്. ബ്ലൈൻഡ് ബാഗാണെങ്കിൽ ഒരു കുഞ്ഞല്ലേ, അപ്പോൾ എനിക്ക് അതിൽ കുറേ സംഭവം ഉണ്ടാക്കി ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അത് അപ്പം പൊട്ടിത്തെറിച്ചു. അപ്പം ഞാൻ അതുകൊണ്ട് ഇച്ചിരി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ കുഞ്ഞ് LKG-യിലുള്ള കിഡ്സിനൊക്കെ ഭയങ്കര ഈസിയാ ചെയ്യാൻ അല്ലേ? എന്ത് ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കാൻ? അല്ല, അവർക്ക് ചിലവർക്ക് ഈസി ആയിരിക്കും. ഈ ആർട്ട് കുറേ ചെയ്യുന്നവർക്ക് ഈസി ആയിരിക്കും, ചിലവർക്ക് ഈസി അല്ലായിരിക്കും. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഈസി അല്ലായിരിക്കും. അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തു വരുമ്പം ആണ് അവർ നന്നായിട്ട് ചെയ്യുന്നത്. ഞാനും ആദ്യമായിട്ട് ചെയ്തപ്പോൾ അങ്ങനെയൊന്നും ആയില്ല. ഇവളുടെ ആണെങ്കിൽ ഇവളെൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവളിത് കണ്ടിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇവൾക്ക് നന്നായിട്ട് അറിയാം. ഒന്ന് പെട്ടെന്ന് നല്ലടി. നശിപ്പിക്കില്ല എന്നെ പൊന്നെ. ഞാൻ നശിപ്പിച്ചതല്ല. ചെയ്യുന്നത് നല്ലതാ, പക്ഷെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ശരിക്കും നമ്മൾ ബ്ലൈൻഡ് ബാഗിലൊന്നും. അപ്പം എനിക്ക് ഇവളുടെ ഡ്രോയിങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടം. ഇവള് ശരിക്കും ഒരു ഒറിജിനൽ ഡ്രോയിങ്സ് ഒക്കെ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. അവളെ ഞാനിങ്ങനെ കുറ്റപ്പെടുത്തുന്നല്ല, അവളിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പറയുന്നതാണ്. ഞാൻ അറിയില്ല.
പക്ഷെ ഞാൻ ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സിനെ വിട്ടു കൊടുത്താറുണ്ട്. അപ്പം ഞാനത് അങ്ങനെ ചെയ്യാൻ പാടില്ല. മൈ ഫാദർ ആൻഡ് മദർ taught me and teach me. I like them. അപ്പം ഞാൻ എൻ്റേത് എഴുതിച്ച് കഴിഞ്ഞു. മൈ മെലഡി ബ്ലൈൻഡ് ബാഗ് പിന്നെ എനിക്ക് എഴുതി തരാം. ഒന്നും ചെയ്യരുത്. എൻ്റെ ചേച്ചി ചെയ്തത് സൂപ്പറായിട്ട് flower blind bag. ഞാൻ ഇത് അവൾക്ക് എഴുതി കൊടുത്തു. അപ്പൊ കളർ ചേച്ചി ഇനി നമുക്ക് കളറിങ് ആണ് നമ്മുടെ അടുത്ത പരിപാടി. ഈസി അല്ലേ കളറിങ്? അല്ലേ ബോസ്? ഓർത്തോ ഞാൻ അതിനിപ്പോ ആദ്യമായിട്ടാ ചേച്ചിന്റെ ഒപ്പം കയറണ. അതറിയോ? ഇവിടെ കേക്ക് കല്ല അങ്ങനെയാണെങ്കിൽ എടുക്കാൻ പറ്റില്ല. ഇത് ഞാൻ ഉണ്ടാക്കി തരണമായിരുന്നു. അപ്പം ഞാൻ ഇന്ന് പേപ്പറൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കീറി പറിച്ചെടുത്തു. ഇപ്പം അതിനെ കാണും നല്ല രസം. ആക്രിയൽ കളേഴ്സ് ഞങ്ങൾ ചെയ്യണം. ആക്രിലിക് ചിലവർക്ക് അറിയില്ലായിരിക്കും, ചിലവർക്ക് അറിയായിരിക്കും. എന്നാലും ഞാൻ പറഞ്ഞുതരാം. ആക്രിലിക് എന്ന് വെച്ചാൽ ഇങ്ങനെ ഷൂസും ഫോൺ കവറും അതൊക്കെ ഇല്ലേ, ഷൂസും അതിൻ്റെ എന്താ ബോട്ടിൽ പെയിന്റിങ്, ആ ബോട്ടിലൊക്കെ കളർ ചെയ്യുന്ന പറയുന്നതാണ് ആക്രിലിക് കളർ. അപ്പം അത് എനിക്ക് പറയാനറിയില്ല. നിങ്ങൾ ചിലവർക്ക് പറയാനറിയാം. നീ പറയുന്നു, നീ അവിടെ ഇല്ല. അപ്പം ഈ കോമൺ ഡ്രെയർ ഒന്നും എനിക്കറിയില്ല. പിന്നെ ചിലവരൊക്കെ ചോദിക്കുന്നുണ്ട് ചേച്ചിയുടെ സ്കൂൾ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കുക ചേച്ചി, അതായത് എന്താ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് അറിയുന്നത്. അപ്പം നമ്മൾ ഈ അടുത്ത വെക്കേഷൻ നമ്മൾ മൊത്തം ഇത് എല്ലാം ചെയ്യും. അപ്പം ഇനി ഓണമൊക്കെ വരാൻ പോവാണ്. ഓണം ക്രിസ്മസും ഒക്കെ വരാൻ പോവാല്ലേ. ക്രിസ്മസ് പിന്നെ ലേറ്റ് ആയിട്ടേ വരുള്ളൂ. ഓണം പിന്നെ എന്തായാലും പെട്ടെന്ന് തന്നെ വരും. അപ്പം നമ്മൾ ഞാൻ പറയുന്നില്ല. അപ്പം ഇവ ഭയങ്കര കുറുമ്പിയാവും. ഞാൻ വീഡിയോസ് ഇവളെ ഇനി ഞാൻ അടുത്ത വീഡിയോ ഇവൾ ഇനി വീഡിയോ എടുക്കില്ലായിരിക്കും. കളർ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക്
എന്താ ഈ ബോർഡിലൊന്നും പെയിൻറ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ പേപ്പറിൽ ഡ്രോ ചെയ്യാൻ ഇഷ്ടമുള്ളൂ. അപ്പോൾ ഇത് ബാക്കിലൊന്നും ആവില്ല. ബാക്ക് ഉള്ളിൽ കാണിച്ചു തരാം. ഇതെന്തോ ആയിട്ടില്ല. പിന്നെ എല്ലാവർക്കും നല്ല സുഖമല്ലേ? ജിംഖാനൊക്കെ റിലീസാവാനായി. ഞാൻ എന്താ ഫുട്ബോൾ കാണാൻ നേരത്തെ എന്താ ജിംഖാനേൻ്റെ ഇതുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അത് റിലീസായി. ഞാൻ പറഞ്ഞു നമുക്ക് വയ്ക്കാമെന്ന്. അപ്പം അത് ജൂൺ 13th. ഇന്ന് ഏത് മാസമാണെന്ന് എനിക്കറിയില്ല. 13th ജൂൺ 18th എനിക്കറിയില്ല. എനിക്കറിയില്ല, എൻ്റെ ചേച്ചിക്കും അറിയില്ല, എനിക്കറിയില്ല. പക്ഷെ ഇതെന്തുവാ ഇപ്പം ഞാൻ തരാം, ഇപ്പം തരാം.